ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡെസേർട്ടാണ്. ബ്രെഡ് കൊണ്ട് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കളഞ്ഞ് അതുപോലത്തെ ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇത് വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ടോപ്പിങ്സിനായിട്ട് ഞാനിവിടെ ബദാം എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ മുന്തിരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത അതുപോലെ നട്ട്സൊക്കെ ഇനി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 കപ്പ് പാലൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് നമുക്ക് വാനില എസൻസ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് തിളച്ച് ഇതൊരു ഇച്ചിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരുവിധം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇതൊരു കപ്പിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് നമ്മുടെ ഈ ഡെസേർട്ട് സെറ്റ് ചെയ്യാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നിങ്ങൾക്ക് പാത്രം എടുക്കാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡ് സ്ലൈസും എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ഞാനിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് ആണ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ടോപ്പിങ്സ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത ലെയറായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം ബ്രെഡ് സ്ലൈസസ് വെക്കുന്നു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ചിട്ട് ബാക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് ഉണ്ട്. ആ പാതി മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചേർത്തതുപോലെ തേങ്ങയും നട്ട്സും മുന്തിരിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.